നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്ര ദയനീയമായി കളിക്കുന്ന ഒരു കളി സ്വന്തം പിച്ചായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചിയിലെ പിച്ചിൽ ഇന്ന് മര്യാദയ്ക്ക് കളിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ബോംബെക്ക് വേണ്ടിയിട്ട് തോറ്റു കൊടുക്കുന്നതിന് തുല്യമായിപ്പോയി. വല്ലാത്തൊരു കളിയാണ്. നിരാശാജനകമായ കളി എന്ന് പറഞ്ഞാൽ പല ഗോളുകളും അടിക്കാൻ പറ്റുന്ന ഒരു മര്യാദയ്ക്ക് കളിക്കാൻ പോലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞില്ല. ഈ സീസണിലെ ആദ്യ ഹോം മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. പക്ഷേ എന്നാ പറയണ്ടേ, വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കളിയായിപ്പോയി. വല്ലാത്തൊരു അവർ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്ന പോലെ പലപ്പോഴും തോന്നി. ആദ്യ പകുതി ഏറ്റവും കൂടുതൽ ആദ്യ പകുതിയിൽ തോറ്റു കൊടുക്കുന്ന തോന്നി. ആ ചാന്തയുടെ ഒരു ഗോൾ കൊണ്ടാണ് മുംബൈ FC ജയിക്കാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത്. ഒരുപാട് ഗോൾ അടിക്കാനുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്നും മര്യാദിച്ച് കളിച്ച് ജയിക്കാൻ പോലും ഇവർക്ക് സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെ. അവസാന നിമിഷത്തെ ആ ഹെഡർ റഫറി വരെ താഴെ പോകുന്ന രീതിയിലുള്ള ഹെഡറായിരുന്നു. വളരെ അത് കണ്ടപ്പോൾ തന്നെ അതൊരു ഗോളായി മാറിയിരുന്നെങ്കിൽ അല്ലേ, ആ ഹെഡർ കണ്ടവർക്ക് അറിയാൻ പറ്റും എന്ത് കളിയല്ലേ കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു അഭിമാന നിമിഷം എന്ന് വിചാരിച്ച് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് കളിക്കുമ്പോൾ ഇമ്മാതിരി കളിയല്ലല്ലോ കാണിക്കേണ്ടത്. ഇത്ര ദയനീയമായി കളിച്ച് ഒരു ഒരു ഗോളിൽ തോക്കുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ളൊരു കാര്യം. എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പെരേഡ് നമ്മുടെ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ കളിക്കാരനാണ്. ഇപ്പോൾ മുംബൈ FCക്ക് വേണ്ടി കളിക്കുന്ന പെരേഡയുടെ ആ ഇതാണ് ഏറ്റവും വലിയൊരു ഷോട്ടാണ് പെനാൽറ്റി ഷോട്ട് ചെയ്തത്. ആ ഒരു ഷോട്ട് പക്ഷെ അത് ഗോളായി ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് പുള്ളി എന്നാ പറയണ്ടേ, ഭയങ്കര ആർമാദിച്ച് ഗോളടിച്ചതെന്നും പറഞ്ഞ് പുള്ളിയുടെ ആഹ്ലാദം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗോളായത്. അതായത് ഏറ്റവും നല്ലൊരു മൂമെൻ്റ് എന്ന് പറയുന്നത്. ആദ്യ 2 മത്സരങ്ങളും ബോംബെ ഇപ്പം നിലവിൽ ജയിച്ചിരിക്കുകയാണ്. കേരളമാണ് തോറ്റ് നിൽക്കുന്നത്. ആദ്യ പകുതിയിലെ രണ്ടാമത്തെ ഇതിലാണ് ശരിക്കും ഒരു ഗോൾ അടിച്ചുകൊണ്ട് ഈ ദയനീയമായ പരാജയം കേരളം ഏറ്റുവാങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങി. ഇത് വളരെ ദയനീയമായ പരാജയം എന്ന് പറയും. സീസണിലെ ഏറ്റവും ദയനീയമായ 2 പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ടീം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റൊരു വീക്ഷണവുമായി നമുക്ക് ഒരു വിശേഷവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.